രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ നെൽസൺ മണ്ടേല പറഞ്ഞ വാക്കുകളാണിവ. എന്ത് കാര്യമാണ്, ഏതൊരു തരത്തിലുള്ള ഭരണകൂടത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നെൽസൺ മണ്ടേല വാദിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏതു തരത്തിലുള്ള ഭരണകൂടത്തിന് വേണ്ടിയാണെന്ന് മക്കൾക്ക് മനസ്സിലായോ? അതായത് മക്കളെ, എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥ, അല്ലെങ്കിൽ എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് ആർക്ക് വേണ്ടത്? നമ്മുടെ നെൽസൺ മണ്ടേലയ്ക്ക് വേണ്ടത്. നെൽസൺ മണ്ടേലയ്ക്ക് എന്നല്ല, ഏതൊരു വ്യക്തികൾക്കും അതുതന്നെയാണ് വേണ്ടത്, അല്ലേ? അതായത് നമ്മളെ കൂടെ പരിഗണിക്കുന്ന, ജനങ്ങളെ കൂടെയും പരിഗണിച്ച് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത്? മക്കൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റക്ക് പങ്കെടുത്താൽ നമ്മൾ ആ മത്സരത്തിൽ വിജയിക്കുമോ? ഇല്ലല്ലേ? നമ്മൾ ഒറ്റക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എതിരാളികളൊന്നുമില്ല, നമ്മൾ തന്നെ മുമ്പിലെത്തി നമ്മൾ തന്നെ ഫസ്റ്റ് പറഞ്ഞ് പോകുമോ? ഇല്ലല്ലേ? അതായത് നമ്മളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കുറച്ച് ആളുകൾ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ധരിക്കുന്നതാണ്, അല്ലെങ്കിൽ കരുതുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അവരെ കൂടെ നമ്മൾ ഓർക്കണം. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ ആർക്കും ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. എല്ലാവരും കൂടെ ചേർന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ കൂടെ ചേരുമ്പോൾ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് മക്കളെ വാതോരാതെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ജനാധിപത്യേതര ഗവൺമെന്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം ജനാധിപത്യ ഭരണമാണ് നിലനിൽക്കുന്നത് എന്ന്, അല്ലേ? പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മക്കളെ ജനാധിപത്യേതര ഗവൺമെന്റുകൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ജനാധിപത്യേതര ഗവൺമെന്റ്? അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ജനാധിപത്യേതര ഗവൺമെന്റ് ഉള്ളത് എന്ന് എൻ്റെ മക്കൾക്കറിയോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് പഠിച്ചെടുക്കട്ടോ. നോക്കിക്കേ മക്കളെ, കുറച്ച് തലക്കെട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണലേ? മക്കൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെ തന്നെ കുറച്ച് തലക്കെട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറയുന്നതെന്ന് നോക്കിയേ. ഭൂട്ടാൻ രാജാവ് 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തലസ്ഥാനത്തെത്തും. അവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഭൂട്ടാൻ രാജാവ് എന്നാണ് കേട്ടോ പറഞ്ഞത്. അടുത്തത് നോക്കിക്കേ, ഇന്ത്യയിലെ കേസാണ് പറയുന്നത്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം നീതി ആയോഗ് പ്രധാനമന്ത്രി. ബ്രൂണൈ സുൽത്താൻ തൻ്റെ പിൻഗാമിയെ ഇന്ന് പ്രഖ്യാപിക്കും. മ്യാൻമറിൽ പട്ടാള ഭരണകൂടത്തിനെതിരെ ജനാധിപത്യവാദികൾ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. അപ്പം നമ്മൾ കുറച്ച് ആളുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചില്ലേ? ഇവിടെയൊക്കെ ഏത് തരത്തിലുള്ള ഗവൺമെൻറ്റുകളാണ്, അല്ലെങ്കിൽ ജനാധിപത്യ ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ ജനാധിപത്യേതര ഗവൺമെൻറ് ആണോ ഉള്ളത് എന്ന് നമുക്കറിയില്ലല്ലേ? നോക്കിക്കേ, നമ്മുടെ ഭൂട്ടാനിൽ ഉള്ള ഗവൺമെൻറ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ജനാധിപത്യ ഗവൺമെൻറ് അല്ല, ഭരണഘടനാപരമായ ഒരു രാജവാഴ്ചയാണ് എവിടെയുള്ളത്? നമ്മുടെ ഭൂട്ടാനിൽ ഉള്ളത് കേട്ടോ. അത് വെച്ച് നോക്കുമ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ജനാധിപത്യ ഭരണമാണ്, അല്ലേ? ജനാധിപത്യ ഭരണത്തിൽ ജനങ്ങൾക്ക് അവിടെ പങ്കാളികളാവും. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളിൽ തന്നെ നമുക്ക് അവിടെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹത ഉണ്ട്. നമുക്ക് ഒരു രാജ്യത്തിൻ്റെ ഭാഗമാവാൻ, വോട്ടിൽ രേഖപ്പെടുത്താനൊക്കെ നമുക്ക് അവിടെ അവകാശങ്ങളും അവസരങ്ങളും ലഭ്യമാകുന്നുണ്ട്, അല്ലേ? അപ്പം നമ്മുടെ എവിടെയാണ്? ബ്രൂണൈ നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് ഭരണ? സുൽത്താൻ ഭരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു കേട്ടോ. എന്ത് ഭരണ മക്കളെ? സുൽത്താൻ ഭരണമാണുള്ളത്. ഇനി നമ്മൾ മ്യാൻമറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ മിലിറ്ററി അഥവാ പട്ടാള ഭരണമാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പം പട്ടാള ഭരണം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ജനാധിപത്യമല്ലാത്ത ജനാധിപത്യേതര ഗവൺമെൻറ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടക്കൂലേ? ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാൻ പറ്റുന്നത് ജനാധിപത്യ ഗവൺമെൻറ്റിൽ മാത്രമാണല്ലേ? അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് മാത്രമേ മക്കളെ നമുക്ക് നമ്മളുടേതായ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം നോക്കിക്കേ മക്കളെ,
എന്താ ഇവിടെ പറയുന്നത്? ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണഘടനാ ക്രമത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളായിരിക്കാം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ജനങ്ങളുടെ ഇഷ്ടം അവിടെ നോക്കുന്നില്ല കേട്ടോ മക്കളെ. അതെന്താ? അവർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് അവരെന്തെയും ഭരണം നടത്തും. അത്തരത്തിൽ ഭരണം നടത്തുന്ന ആ ഒരു ഭരണക്രമത്തെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതേപോലെ ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണത്തെ എന്താ പറയാ? ജനപ്രതിനിധികൾ നേരിട്ട് നടത്തുന്ന ഭരണക്രമത്തെ നമ്മൾ എന്താ? ജനാധിപത്യ ഗവൺമെന്റ് എന്ന് വിളിക്കും അല്ലെ. അവിടെ എന്താ? ജനാധിപത്യ ഗവൺമെന്റിനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇവിടെ നോക്കിക്കേ, ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, അതായത് ജനാധിപത്യ ഗവൺമെന്റിനും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, അതായത് ജനാധിപത്യേതര ഗവൺമെന്റിനുള്ള ഫീച്ചേഴ്സ് ആണ്, അതായത് സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഫീച്ചർ എന്താ മക്കളെ? നോക്കിക്കേ, ഗവൺമെന്റ് ഫോം ബൈ ദ റെപ്രസെന്റേറ്റീവ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. അതായത് ജനാധിപത്യ ഗവൺമെന്റ് വ്യവസ്ഥയിലുള്ള ഒരു രാജ്യത്താണെങ്കിൽ അവിടെ എന്താ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് എന്താ അവിടെ ഭരണം നടത്തുക. ജനങ്ങൾ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവരായിരിക്കും നേരിട്ട് എന്താ? ഭരണം നടത്തുക. ഇവിടെ ജനാധിപത്യ ഗവൺമെന്റിൽ. പക്ഷെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ, അതായത് ജനാധിപത്യേതര ഗവൺമെന്റിൽ എന്താണ്? അധികാരം എന്താ? ഒന്നെങ്കിൽ പരമ്പരാഗതമായിട്ട്, അതായത് അച്ഛൻ കഴിഞ്ഞാൽ അവരുടെ മകൻ, അങ്ങനെ പരമ്പരാഗതമായിട്ട് നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? കൈമാറുന്നതോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതോ, അല്ലെങ്കിൽ നമ്മളെന്താ ഫോഴ്സ്ഫുള്ളി പിടിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്നതോ ആയിരിക്കും നമ്മുടെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ വരിക. അതേപോലെ തന്നെ നമ്മൾ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ നോക്കുന്ന സമയത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആർ ലീഗലി എൻഷുർഡ്. നമുക്കെന്താ? നമ്മളുടെ അഭിപ്രായങ്ങളുണ്ട്, നമുക്ക് നമ്മളെ അവകാശങ്ങളുണ്ട്, അതൊക്കെ നിയമപരമായിട്ട് ഉറപ്പ് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ വല്ലവരും വന്ന് നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾ ചോദിച്ചോളി എന്ന് പറയല്ല. നമുക്ക് കൃത്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എന്താണ്? നമ്മുടെ നിയമം തന്നെ നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ട് അത് എൻഷുർ ചെയ്യുന്നത്, അത് ഉറപ്പുവരുത്തുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ നോൺ ഡെമോക്രാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആർ ലിമിറ്റഡ്. ആളുകൾക്ക് സംസാരിക്കാം, അവർക്ക് കാര്യങ്ങൾ പറയാം, പക്ഷെ അതെന്താ? ലിമിറ്റഡ് ആണ്, അത് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഗവൺമെൻറ്റിന് എന്താണോ വേണ്ടത് അത് മാത്രം എന്താ പറയുന്ന ഒരു രീതിയാണ് എവിടെ? നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ളത്. അടുത്ത നോക്കിക്കേ, എന്താ മിസ് പറയുന്നതെന്ന്? റൂളേഴ്സ് ആർ സബ്ജക്റ്റ് ടു ലോ. അധികാരികൾ എന്താ? നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കണം. അതായത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും അധികാരിയായാലും ഏമാന്മാരായാലും എല്ലാവരും എന്താ? നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. നിയമം എന്താണോ പറയുന്നത് അത് അധികാരികളും ചെയ്യണം, സാധാരണക്കാരും ചെയ്യണം. അല്ലാതെ ഒരാൾക്കൊരു നിയമം എന്നിങ്ങനെയല്ല. എവിടെയാ? ഡെമോക്രാറ്റിക് ഗവൺമെന്റിലെ. നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ എങ്ങനെയാണെന്നാ പറയുന്നത്? റൂളേഴ്സ് ഈസ് സുപ്പീരിയർ ടു ലോ ബിക്കോസ് ദ ലോ ഈസ് ഡിസൈഡഡ് ബൈ ഹിം. അതായത് ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. എന്തുകൊണ്ടാണ്? കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമത്തിനേക്കാൾ മുകളിലാണ് അധികാരി അവിടെ വരുന്നത്. അതായത് റൂളർ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പണിഷ് ചെയ്യില്ല. ഞാനെന്താ? അധികാരിയാണ്, അപ്പം എന്നെ പണിഷ് ചെയ്യാൻ ആർക്കും റൈറ്റ്സ് ഇല്ല എന്ന് പറയും. കാരണം എന്താ? അവർ തന്നെയാണല്ലേ നിയമം ഉണ്ടാക്കുന്നത്, അവർ തന്നെയാണ് നിയമം ഉണ്ടാക്കുന്നതും നടപ്പിലാക്കുന്നതും. അതുകൊണ്ട് അധികാരികൾക്ക് എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം. എവിടെ? നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ. അടുത്ത പോയിന്റ് മക്കളെ നോക്കിയേ, ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ അതിന് അവരുടേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്താണ്? ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ലേ. അപ്പം നമുക്ക് എന്താ? കുറച്ച് മേന്മകളുണ്ട്, കുറച്ച് എന്താണ് ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്? റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. അതായത് ജനാഭിലാഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ജനങ്ങളുടെ ആഗ്രഹം എന്താണ്? മാനിക്കുന്നുണ്ട്. നമ്മൾ എന്താണോ ഊഹം വെക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് മാനിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മുഖവിലക്കെടുക്കുന്നുണ്ട് എന്നർത്ഥം. അടുത്ത നോക്കിയേ,
പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യം എന്താണ്? സംരക്ഷിക്കുന്നുണ്ട്. നമുക്കെന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ, അവകാശങ്ങളുണ്ട്, മൗലികാവകാശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മിസ് അടുത്തൊരു സെഷനിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നോക്കിക്കേ, നമ്മുടെ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ എന്താണ്, ഭരണാധികാരികൾക്കും ഭരിക്കുന്നവനും എന്താണ്? ഒരു നിയമമാണ്. ജനത്തിനും എന്താ? ഒരു നിയമമാണ് അല്ലേ. അപ്പം ഇരു കൂട്ടർക്കും ഒരേ നിയമമാണ്. അടുത്തത് എന്താ മക്കളെ പറയുന്നത്? ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അതായത് ഭരണാധികാരികൾ അവർക്ക് തോന്നുന്ന രീതിയിൽ ജനങ്ങളോട് കടപ്പെട്ട് ഇവരാണ് എന്നെ ഈ ഒരു ലെവലിൽ എത്തിച്ചു, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എത്തിക്കുക, ഈ ജനങ്ങളാണ് കാരണക്കാരെ എന്ന ഒരു ബോധം എന്താ അധികാരികൾക്കുണ്ടാവും, ഭരണാധികാരികൾക്കുണ്ടാവും. അപ്പം ജനങ്ങളോട് എപ്പോഴും എന്താണ്? അവർ കടപ്പെട്ടിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ പറയാനുള്ളത്. അപ്പം എൻ്റെ മക്കൾക്ക് ജനാധിപത്യം എന്താണെന്നുള്ളതും ജനാധിപത്യ ഗവൺമെന്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും ജനാധിപത്യേതര ഗവൺമെന്റ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് രീതികളെന്നും മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ജനാധിപത്യേതര ഗവൺമെന്റ് ഉള്ള കുറച്ച് സ്ഥലങ്ങളെയും കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് അടുത്തൊരു സെഷനിൽ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടായ, അതായത് ജനാധിപത്യ ഗവൺമെന്റിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. അത് നമ്മൾ മൗലികാവകാശങ്ങൾ, അഥവാ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയും. അത് നമുക്ക് മിസ് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൂടെ അറിഞ്ഞു വെച്ചാലല്ലേ നമുക്ക് വലുതാവുന്ന സമയത്ത് നമുക്ക് ഇന്ന അവകാശങ്ങളൊക്കെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാ പോയി ചോദിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഭരണഘടനയിൽ എവിടെയാണ് അതൊക്കെ പറഞ്ഞു വെച്ചതെന്ന് അറിയാൻ സാധിക്കുള്ളൂ. അപ്പം മക്കൾക്ക് അടുത്ത ക്ലാസ്സിൽ മിസ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയത് മിസ് വിചാരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താ വൈൻഡ് അപ്പ്. So that's all our video. Thanks for watching us, viewers.